Hi dears, very warm good morning one and all, and welcome back to another section of transaction. Today we are going to discuss present perfect tense or present perfect simple tense. The present perfect tense expresses the idea that something happened or never happened before now at an unspecified time in the past. The exact times it happened is not important. മീൻസ് ഭാവിയിൽ നടന്ന ഒരു കൃത്യമായ സമയം തല്ലാതെ നടന്ന ഒരു സംഭവം, ആ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ നടക്കാത്തൊരു കാര്യത്തിൻ്റെ കുറിച്ച് പറയുന്നതിനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റും അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് തമ്മിൽ നേരിയൊരു വ്യത്യാസമുണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നടന്നു കഴിഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്, പക്ഷേ അത് പ്രസൻറ്റ് പെർഫെക്റ്റിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു എഫക്റ്റ് പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി പാസ്റ്റായി നടന്ന സംഭവമാണ്, പക്ഷെ അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അത് കണക്റ്റഡ് വിത്ത് പ്രസൻറ്റ് ടെൻസ്. പാസ്റ്റിൽ നടന്ന ഒരു സംഭവം അത് പ്രസൻറ്റിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. വലിയ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണിത്, ഒരു ടെൻസാണിത്. സോ നമുക്ക് ആദ്യം നമുക്ക് ഹൗ ടു ഫോം ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പഠിക്കാം. ഓക്കെ, ആദ്യം പോസിറ്റീവായിട്ടുള്ള പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ I have, you have, he has, she has, it has, we have, you have, and they have, which means that I, you, they, we നമ്മൾ പണ്ട് പഠിച്ച സംഗതി I, you, they, വിക്ക് ഹാഫും he, she, ഇറ്റിന്, അതായത് സിംഗുലർ നൗണിന് ഹാസുമാണ് ഉപയോഗിക്കുക. HAVEയുടെ പ്രൊനൗൺസിയേഷൻ വരുന്നത് നമ്മൾ ട്രാൻസാക്ഷൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ്. അത് ഹാവ് എന്നല്ല ഹാഫ് എന്നാണ് പറയുക. ഒരു ഫുൾ സൗണ്ട് ഉണ്ടാകണം അതിൽ. ഇവിടെ നോക്കൂ നിങ്ങൾ, പ്ലസ് പ്രസൻറ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസ്, അതായത് നമ്മൾ V3 എന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ആ ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്. He has traveled a lot. He has traveled a lot, or he has traveled a lot. മീൻസ് അത് എക്സ്ട്രാക്റ്റ് ആയിട്ടും നമ്മൾ ചുരുക്കി പറയുന്നതിന് സമയത്ത് എസ് നമ്മൾ ട്രോഫീസ് കോമ എസ് ഇടും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ, അത് എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഹാഫ് തുടക്കത്തിൽ വരിക എന്നുള്ളതാണ്. ഓക്കെ, ഹാവ് ഐ, ഹാവ് യു, has he, has she, has it, have we, have you, and have they. Have you written this book? Like that. Example is that. Okay, hope you all understand. അതായത് നമ്മൾ നേരത്തെ പഠിച്ച സംഗതി തന്നെ, ഈസ് എന്നുള്ളതാണെങ്കിൽ ഈസ് തുടക്കത്തിൽ ഇട്ടാൽ അത് ക്വസ്റ്റ്യനായി, നമ്മൾ നേരത്തെ കഴിഞ്ഞ ടെൻസിലൊക്കെ പഠിച്ച കാര്യം തന്നെ. ഓക്കെ, then negative ആയിട്ട് വരുമ്പോൾ have not, you have not. Okay, plus past participle tense, they have not been to school, they have not been to school. Example. Then short answer വരുന്ന സമയത്ത് yes I have and no I have not, or no I haven't. Has he brushed his teeth? No, he has not. Have you painted the room? Yes we have. Like that. യൂസ്, we use the present. എങ്ങനെ ഏതൊക്കെ യൂസ് എപ്പോഴൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. we use the present perfect symbol to talk about something that happened in the past and has connection with the present. അതായത് നേരത്തെ പറഞ്ഞ പോലെ he has had a problem with his computer. It means that he had a problem and it is not still fixed. അതായത് എൻ്റെ കമ്പ്യൂട്ടർ
കേടായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ കറക്റ്റ് മലയാളം വരിക. എൻ്റെ കമ്പ്യൂട്ടർ കേടായിട്ടുണ്ട് എന്നാണ്. ഈ ഉണ്ട് കേടായിട്ടുണ്ട്, പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതാണ് മലയാളത്തിൽ ഇതിൻ്റെ ഒരു കറക്റ്റ് അർത്ഥമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പോയി എന്ന് പറയും. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചോദിക്കുന്നതനുസരിച്ച് നമ്മൾ ചിലപ്പോൾ എന്ത് പറയും, ചോദ്യത്തിൻ്റെ മുന അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയും. ലൈക്ക് ദാറ്റ്. എൻ്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാറുണ്ട്, എൻ്റെ കീ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. മലയാളത്തിൽ ഒരേ മീനിങ്ങിനാണ് നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നഷ്ടപ്പെട്ടു എന്നും പറയാറുള്ളത്. ബട്ട് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചെറിയൊരു ഇംഗ്ലീഷിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, when we talk about actions or situations in the past or without a definite time, ഒരു കൃത്യമായ ഒരു സമയത്തല്ലാത്ത സമയത്ത് നടന്ന സംഭവം. He has lost his key. He has lost his key. He has lost his key. You have lost your key. Okay, they have lost their key, like that. ഓക്കെ, അപ്പം നഷ്ടപ്പെട്ടത് കൃത്യമായ സമയം നമുക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക. When we give information about a recent event, ഒരു റീസെൻറ്റ് ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ, സ്പാനിഷ് സയൻറ്റിസ്റ്റ് ഹാവ് made important discoveries about cancer. It's an example. Okay. Then next, when we talk about things we have done until now, ഇതുവരെ നമ്മൾ ചെയ്തൊരു കാര്യം, ലൈക്ക് ഐ ഹാവ് പെയിൻറ്റഡ് 10 pictures so far. ഞാൻ 10 പിക്ചർ ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞ ഉടനെ പറയുമ്പോഴാണ് അത് വരുന്നത്. ആ പെയിൻറ്റിങ്ങിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ട്. When we talk about experience we have had in life, നമ്മുടെ ലൈഫിലൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത്, have you been to China? No, I have not, but I would like to. I would love to. ഓക്കെ, നമ്മളെ എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. I have gone to Delhi. We have toured to കൊടൈക്കനാൽ എന്നൊക്കെ, നമ്മൾ കൊടൈക്കനാൽ ടൂറൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴോ സംതിങ് നമ്മുടെ മാനസികമായിട്ട് ആ ടൂറിൻ്റെ എഫക്റ്റ് നമ്മുടെ മൈൻഡിലുണ്ട് എന്തുകൊണ്ട് കൂടി, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് പറയുന്നത് കൊണ്ടും എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ്ലി പറയുന്നു. ഓക്കെ, then with the following times expressions, ever, never, ബ്രാക്കറ്റിൽ എവറിൻ്റെയും നെവറിൻ്റെയൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തത് നിങ്ങൾ നോർമൽ ചെയ്തോളൂ. ഹാവ് യു എവർ ഫ്ലോൺ ഇൻ എ ഹോട്ട് എയർ ബലൂൺ? അപ്പോൾ എവർ എന്ന് വരുന്ന സമയത്ത് ഐ ഹാവ് നെവർ സീൻ എ ഗസ്റ്റ്. ഐ ഹാവർ എന്നല്ല കേട്ടോ, മിസ്റ്റേക്കാണ്. ഐ ഹാവ് നെവർ സീൻ എ ഗസ്റ്റ്. അതുപോലെ തന്നെ ജസ്റ്റ് വരുന്ന സമയത്തും he has just won a prize. അതുപോലെ ഓൾറെഡി വരുന്ന സമയത്ത് I have already made the bet. The class has not started yet. Already, yet. Already പോസിറ്റീവാണ്, യെറ്റ് എന്നുള്ളത് ക്വസ്റ്റ്യൻ നെഗറ്റീവാണ്. ഓക്കെ, ഓൾറെഡി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് യെസ് യൂസ് ചെയ്യാറുള്ളത്. I have already done it. She has not done it yet. Okay. Then for and since, he has done his homework for half an hour. They have worked here since February. They have worked here since February. അപ്പോൾ സിൻസും അതുപോലെ തന്നെ ഫോറും വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിൽ നമുക്കില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഫോർമാറ്റ് പഠിക്കാൻ. ഐ ഹാവ് ബീൻ എന്നാണ് കേട്ടോ. ഐ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഐ ഹാവ് ബീൻ ഗോയിങ്. യു ഹാവ് ബീൻ ഗോയിങ്. ഹി ഹാസ് ബീൻ ഗോയിങ്. ഷി ഹാസ് ബീൻ പ്ലേയിങ്. ഇറ്റ് ഹാസ് ബീൻ വർക്കിംഗ്. വി ഹാവ് ബീൻ eating. You have been running. They have been what do you say, thinking. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിൻ്റെ ക്വസ്റ്റ്യൻ രൂപം ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ
തരുവാണ്. ഓക്കെ, ആൻഡ് യെസ് ഓർ നോ, നോർമലി കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണ് അതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുന്നത്. ഹാവ് യു ബീൻ കുക്കിംഗ്, അതിൻ്റെ ഒരു യൂസ് ഞാൻ പറഞ്ഞുതരാം. വി ഹാവ് യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ടു ടോക്ക് അബൌട്ട് ആൻ ആക്ഷൻ, അബൌട്ട് ആക്ഷൻസ് ഓർ സിറ്റുവേഷൻസ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് ആർ സ്റ്റിൽ ഇൻ പ്രോഗ്രസ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. അത് നേരത്തെ നടന്ന സംഭവമാണ്, പക്ഷേ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ അതിൻ്റെ എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഹി ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 5 years. 5 വർഷമായിട്ട് അവർ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റിൽ ലേണിംഗ് ഇംഗ്ലീഷ്. പുള്ളിക്കാരൻ ഇപ്പോഴും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് പറയാം. സിലബസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് വിട്ടത്. When we talk about actions or situations that have recently stopped but they still have present result. റീസെൻ്റ്ലി സ്റ്റോപ്പ് ചെയ്താണ്, പക്ഷേ റിസൾട്ട് ഇപ്പോഴും പ്രസൻറ്റിലുണ്ട്. ഉദാഹരണം, യു ആർ വെറ്റ്. യെസ്, ഇറ്റ് ഹാസ് ബീൻ റൈനിങ് എ ലോട്ട്. അപ്പോൾ നനഞ്ഞ് കുതിർന്ന് വരുന്ന ആളോട് യു ഹാവ് വെറ്റ്. യെസ്, ഇറ്റ് ഹാസ് ബീൻ റൈനിങ് എ ലോട്ട്. അപ്പോൾ ആ റൈനിങ്ങിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഇങ്ങനെ പ്രസൻറ്റ് പെർഫെക്റ്റ് പറഞ്ഞ രൂപത്തിലുള്ളൊരു എഫക്റ്റ് അല്ല, അതിൻ്റെ ഒരു എന്താ പറയുക, സഡൻ എഫക്റ്റ് ഇപ്പോഴും നടക്കുന്നുണ്ട്. വെൻ വി ടോക്ക് അബൌട്ട് ദ റിപ്പീറ്റഡ് ആക്ഷൻസ്, ഐ ഹാവ് ബീൻ സെൻഡിങ് ഹിം എ ലോട്ട് ഓഫ് മെസ്സേജ് ഓൾ ഡേ. റിപ്പീറ്റഡ് ആക്ഷന് പറയുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. വിത്ത് ഹൗ ലോങ്, ക്വസ്റ്റ്യൻ ഹൗ ലോങ് ഹാസ് ബീൻ ആസ് ഷീ ബീൻ ലിസണിങ് ടു മ്യൂസിക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അതിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സസൈസുകളുണ്ട്, അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. മോഡൽ വെബ്സ് എന്നുള്ള ഒരു ഏരിയയാണ് അടുത്തത് പഠിക്കാനുള്ളത്. അതോടുകൂടെ നമുക്ക് ഈ ചാപ്റ്റർ, ഗ്രാമർ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. ദെൻ വി ഹാവ് ടു ടേക്ക് മോഡൽ 4 സ്പീക്കിംഗ് സ്കിൽ. Okay, all the very best. Bye bye.